ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈമാസ്റ്ററിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് സമയം ഒരുപാട് വേണ്ടി വീഡിയോ ഉണ്ട് തന്നെ വേഗം തന്നെ അധികം സമയം ചിലവില്ലാതെ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ശ്രമിക്കുക, സംശയം കൊണ്ട് കമൻറ്റ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കയറി വീഡിയോ എടുക്കാം. അത് തന്നെ കൈമാസ്റ്റർ ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റേത് കൈമാസ്റ്ററിൻ്റെ മോഡ് ആപ്ലിക്കേഷനാണ്. എന്നിരുന്നാലും സാധാരണ ആപ്ലിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിരുന്നുള്ളൂ. ഓപ്പൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ വീഡിയോസിൻ്റെ ഡ്രാഫ്റ്റാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ ആദ്യത്തെ ഉപയോഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കാണുകയില്ല, അല്ലെങ്കിൽ കാലിയായിട്ടൊരു ബോക്സ് മാത്രമേ കാണാൻ സാധിക്കില്ല, ഇവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ അസിസ്റ്ററാണ്. ഇത് നിങ്ങൾക്ക് എഫക്റ്റ്, ട്രാൻസാക്ഷൻ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിപ്പോൾ നെറ്റിലായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, അത് നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. അപ്പോൾ പ്രോ മോഡ് ഓപ്ഷൻസാണ് അത് അധികം കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് അടുത്തത് ഇമ്പോർട്ട് ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് 3 സ്റ്റെപ്പ് കാണിക്കുന്നത് 16:9. ഇതാണ് നിങ്ങൾ യൂട്യൂബ് വീഡിയോ ആണ് ആക്കേണ്ടതെങ്കിൽ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആക്കേണ്ടത് ഒരു ഇങ്ങനെയുള്ള റേഷ്യോ കൊടുത്തിട്ടാണ്. ഇത് നമുക്ക് 9:16 കൊടുത്തിട്ട് ഫുൾ സ്ക്രീനാണ്. വാട്സപ്പ് സ്റ്റാറ്റസ് പോലെ ഫുൾ സ്ക്രീനായി കാണാം. ഇതല്ലാതെ സമയതരമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ 3 ഓപ്ഷനാണ് കൈമാസ്റ്റർ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് താഴെ യൂട്യൂബ് എന്ന ഓപ്ഷൻ കാണാം, താഴെയല്ല റൈറ്റ് സൈഡിൽ. അത് മറ്റൊന്നുമല്ല, യൂട്യൂബിൽ കൈമാസ്റ്ററിൻ്റെ ഒഫീഷ്യൽ ചാനലുകളിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയുടെ എന്താ പറയുക, ഒരു ട്യൂട്ടോറിയലാണ്. മറ്റൊന്നുമല്ല, അത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് എഡിറ്റിംഗ് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റിംഗ് നടക്കാം. ആദ്യമായി ഞാൻ ബേസിക്കായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ ഓപ്ഷനും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം, സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോൾ 16:9 കൊടുത്തു. ഞാൻ ഇതിലേക്ക് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനായി പിക്സാർട്ട് പോയി ഞാൻ എൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സൂം ഇൻ സൂം ഔട്ട് എന്ന് കാണാം. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നടുക്കത്തെ ഒരു ഓപ്ഷൻ കാണാം. ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ശരിയാക്കി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് എടുത്തു, ഇങ്ങനെയൊന്ന് വെച്ചു, ടിക്ക് കൊടുത്തു. നമുക്കിതൊന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റിംഗ് നടത്താം. ആദ്യം നിങ്ങൾക്ക് മേലെ കാണാം അൺഡു എന്ന ഓപ്ഷൻ കാണാം. അത് കൊടുത്തു കഴിഞ്ഞാൽ മുമ്പ് എന്തായിരുന്നു ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവല്ലോ. അപ്പോൾ എല്ലാ എഡിറ്റിംഗ് ആപ്പിലുള്ള സംഭവം തന്നെയാണ്. റീഡു എന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി താഴെ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ, ഷെയർ എന്ന ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് 3 ക്വാളിറ്റി കാണാം. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് HD കാണാം, SD 550 പിക്സൽ കാണാം, 360 പിക്സൽ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഫ്രെയിം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ബൈപ്പ് റേറ്റ് കാണാം. എന്നിട്ട് എക്സ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ ക്യാൻസൽ കൊടുത്തു, എന്നിട്ട് ബാക്ക് അടിച്ചു. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എടുത്താൽ ഇത് വീഡിയോയുടെ അകത്തുള്ള സെറ്റിങ്സ് ആണ്. വീഡിയോയുടെ ഫേഡിന്, ഓഡിയോൻ്റെ ഫേഡിന്, അതുപോലെ ഒരുപാടുണ്ട്. അല്ലേ ഫുൾ സ്ക്രീൻ, വിഡ് സ്ക്രീൻ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പറയുന്നില്ല, നേരെ ഒരുപാട് കൂടും, അതുകൊണ്ട് പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് 4ാമത്തെ ഓപ്ഷൻ കാണാം. ഇത് നമ്മുടെ വീഡിയോയുടെ ഫുൾ ഇത് ആഡ് ചെയ്യുന്ന ലെയർ, എഫക്റ്റ്, ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാം ഒറ്റ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണ് ഇത്. അതൊന്നും കൂടി അത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകുന്നതാണ്. അത് കൊടുത്ത് നിങ്ങൾക്ക് എടുത്ത ഓപ്ഷൻ വരും, പ്ലേ ആവുന്ന ഓപ്ഷൻ കാണാം. ഇത് പ്ലേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ വീഡിയോയുടെ വലിയ സ്ക്രീനായിട്ട് ഇവിടെ ഇങ്ങനെ താഴെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ കൊടുത്തു, ബാക്ക് അടിച്ചു. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ വീഡിയോയുടെ അവസാനത്തെ ഭാഗത്തെത്തി. അത് നിങ്ങൾക്ക് താഴെ കാണുന്ന ഏറോ മാർക്ക് കൊടുത്താൽ ഏറ്റവും ആദ്യം എത്താം. അവിടെ നിന്ന് വീണ്ടും കൊടുത്താൽ വീണ്ടും അവസാനം എത്താം. ഇത് കൈമാസ്റ്ററിൽ അടുത്തിടെ വന്ന അപ്ഡേറ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് അത് ആ ഒരു സൈഡ് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് കാണുന്നത് വലത് സൈഡിലുള്ള കുറച്ച് ചക്രവും നോക്കി കാണുന്നുണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാകുന്ന അറിയാം, അത് നോക്കിക്കളയാം. അത് ആദ്യം കാണുന്നത് മീഡിയ എന്ന ഓപ്ഷനാണ്. ഈ മീഡിയ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോയും വീഡിയോയും ഇതിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫോൾഡറുകൾ കണക്കിന് ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടാകും. അടുത്ത് കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ കൈൻമാസ്റ്റർ തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകളാണ് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊന്ന് ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ കൊടുത്തിട്ട് ഡിലീറ്റ് എന്ന ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ഡിലീറ്റ് ആയിക്കോളും. അത് അണ്ടു ഞെക്കി കണ്ടില്ലേ, അങ്ങനെയായി തിരിച്ച് കിട്ടി. ഇനി നമുക്ക് വീഡിയോ ഒന്നും കൂടി കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് ഫേവറേറ്റ് കാണാം. ഫേവറേറ്റിൽ
നിങ്ങളുടെ ഫേവറേറ്റ് അടിച്ച് ഫേവറേറ്റ് കൊടുത്താൽ ഒരുപാട് ഫോട്ടോകൾക്ക് വീഡിയോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഫേവറേറ്റ് ഒറ്റക്കൊക്കെ കാണാം. അത് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ഇവിടെ കൊടുത്താൽ നിങ്ങളുടെ ക്ലൗഡ് സ്റ്റോറേജിൽ എന്ന് വെച്ചാൽ ഗൂഗിൾ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്ത ഒരുപാട് സാധനമൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് കൊടുത്തു. മീഡിയ ആണ് ഇതേ എടുക്കുന്നുള്ളൂ. അടുത്ത ലെയർ കാണാം. ലെയറിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. ഒരുപാടെന്ന് പറയുമ്പോൾ 5 ഓപ്ഷൻ കാണാം. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് മീഡിയ. ഈ മീഡിയയിൽ പോയിട്ട് നിങ്ങൾക്ക് വേറെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തേക്കാം. ഞാനിപ്പോൾ വേറെ ഫോട്ടോ വെറുതെ എടുത്ത് കാണിക്കുന്നതാണ്. എഡിറ്റിംഗ് നടത്തില്ല, ഒന്ന് പരിചയപ്പെടുത്തി തരാണ്. വെറുതെ എടുത്ത് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻ കാണാം. ആദ്യം കാണുന്നത് ട്രിം ഓപ്ഷനാണ്. ട്രിം ലെഫ്റ്റ് കൊടുത്താൽ കണ്ടില്ലേ ഇങ്ങനെ കിട്ടുന്നതാണ്. ഈയൊരു ചുവന്ന വരയില്ല, ചുവന്ന വരയുടെ ട്രിം റൈറ്റ് ഓഫ് പ്ലേ കട്ട് കൊടുത്താൽ അതിൻ്റെ വലതുവശത്തുള്ളത് പോയി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു ഫയലായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫയലാണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷനൊക്കെയാണ്. അത് ഞാൻ ഇപ്പോൾ ഓഫാക്കി ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഒരുപാട് ഓപ്ഷൻ എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫ് കൊടുത്തു, സ്പ്ലിറ്റ് സ്ക്രീനാണ്. അടുത്ത ഓപ്ഷൻ കാണുന്നത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫ്ലിപ്പ് മോഡ് ഉണ്ട്, റൊട്ടേറ്റ് ഉണ്ട്, ഒരുപാടുണ്ട്. ഞാനിപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് കാണാൻ നിങ്ങൾക്ക് ഇൻ ആനിമേഷൻ കാണാം. ഇൻ ആനിമേഷനിൽ കാണാം ഫെയ്ഡ് എന്നത്. ഈ ഫെയ്ഡ് നിങ്ങൾക്ക് ടൈം കൂട്ടി വെച്ചാൽ പതുക്കെ ആകുന്നതാണ്. ടൈം കുറച്ച് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഫെയ്ഡായി വരുന്നതാണ്. സാധാരണ ഡിഫ്യൂട്ടായി ഒന്നിലാണ് കാണുന്നത്. നോൺ കൊടുത്താൽ ഒരു ആനിമേഷൻ ഉണ്ടാകില്ല. പോപ്പ് കൊടുത്താൽ കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ വെസ്റ്റ് എന്ന് കാണിച്ചു തരാം. ഒരുപാട് ഓപ്ഷൻ ഉള്ള കൈമാസ്റ്ററാണ്. ഇതൊക്കെ ആനിമേഷനൊക്കെ എടുത്തതാണ്. അപ്പോൾ ഞാൻ നോൺ കൊടുത്തു, എടുത്തത് ബാക്ക് കൊടുത്തു. ഇനി ഓവറോൾ ആനിമേഷൻ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷനുകളുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ അതും കൊടുക്കുന്നില്ല, നോൺ കൊടുത്തു, ബാക്ക് കൊടുത്തു. ഇനി ഔട്ട് ആനിമേഷൻ മാത്രം തന്നെയുണ്ട്. അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ക്രോപ്പിംഗ് ആണ്. ടൈമിലെത്തോടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഇത് ക്രോപ്പിങ്ങിൽ നിങ്ങൾക്ക് സാധാരണ ക്രോപ്പ് ചെയ്യാനും പറ്റും. അതല്ലാതെ മാസ്ക് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷേപ്പായിട്ടുള്ള ക്രോപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് കണ്ടില്ലേ, ഇങ്ങനെ കാണാം, ബ്ലെൻഡായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു എഡിറ്റിംഗ് കൈമാസ്റ്ററിലുണ്ട്. പലർക്കും ഇത് അറിയില്ല, അതായത് അറിയാത്തവർക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചു, ക്രോപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചു. അടുത്ത അൽഫ ആണ്, ഓപ്പാസിറ്റി ആണ്. ഇത് സിമ്പിളായൊരു കാര്യം, പറയണമെന്ന് തോന്നില്ല. അപ്പോൾ ഞാൻ 100 തന്നെ കൊടുത്തു, 100% കൊടുത്തു. അടുത്തത് കളർ ഫിൽറ്ററാണ്. ഇത് മോശമില്ലാത്ത ഒരുപാട് ഫിൽറ്റർ ഇതിൻ്റെ അകത്ത് ഉണ്ട്, കണ്ടില്ലേ. ഇത്ര നല്ലൊരു ഫിൽറ്ററൊക്കെ ഒരുപാട് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് പറഞ്ഞത്. ഞാനിത് ഫിൽറ്ററൊക്കെ നോൺ ആക്കി കൊടുത്തു. അടുത്തത് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ബ്രൈറ്റ്നെസ് ആണ്. അടുത്തതായി കാണുന്നത് കോൺട്രാസ്റ്റ് ആണ്, കണ്ടില്ലേ. ഞാനത് കുറച്ച് ഒട്ടുമാക്കിയില്ല, സാച്ചുറേഷനാണ് എടുത്ത് കാണുന്നത്. ഇതിലും ഞാൻ മാറ്റം വരുത്തുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസിന് ഇങ്ങനെ തന്നെ മാറ്റാവുന്നതാണ്. അടുത്തത് ബ്ലെൻഡിങ് ആണ്. ഇത് പ്രീമിയം യൂസേഴ്സിന് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാണെന്ന് കാണിച്ചു തരാം. ഇത് ചില സ്ഥലത്ത് മാത്രം ഇൻട്രോ മേക്കിംഗ് അതുപോലത്തെ കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ നോർമൽ കൊടുത്തു, എന്നിട്ട് ബാക്ക് കൊടുത്തു. അടുത്ത് ഇൻഫോർമേഷനാണ്. നിങ്ങൾക്ക് കാര്യമില്ല, ഈ വീഡിയോ ആഡ് ചെയ്ത ലെയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. അത് ഓക്കെ കൊടുത്തു, അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഈ ഒരു ലെയർ സെറ്റ് ചെയ്ത ശേഷം ഇടതുവശം നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ കാണാം. അത് ഒന്നാമത്തെ താക്കോലിൻ്റെ ഓപ്ഷൻ. ഈ താക്കോലിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആനിമേഷൻ്റെ ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ബാക്ക് കൊടുത്ത് നോക്കാം, കണ്ടില്ലേ. ആനിമേഷൻ നമുക്ക് കണ്ടു ചെയ്തു, ആനിമേഷൻ കൊടുത്തിട്ടില്ല. അടുത്തായിട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ ഡിലീറ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തതാണ്. ഇതും കൂടി മാറ്റിവെച്ചു. എന്നിട്ട് താഴെ കാണാൻ 3 ഡോട്ട്സ് കാണാം. ഈ ഡോട്ട്സ് നോക്കിയിട്ട് സെൻഡ് ടു ബാക്ക് കാണാം. ഇതിപ്പോൾ വർക്കാകുന്നില്ല, കാരണം ഞാൻ വേറെ ലെയർ ആഡ് ചെയ്താൽ അത് ആ ലെയറിൻ്റെ പിന്നിലായി മാറുന്നതാണ്. അപ്പോൾ സെൻഡ് ടു ഫ്രണ്ട് കൊടുത്താൽ അങ്ങനെ തന്നെ. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് കണ്ടില്ലേ അടുത്ത ലെയർ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടില്ല, ഇതൊന്നും എടുത്തു. ഇനി പിൻ എന്ന ഓപ്ഷൻ കാണാം. അത് ടൈപ്പ് പാടിക്കാൻ പിന്നായിട്ട് അവിടെ നിൽക്കാനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെയറിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ലെയറിൽ മീഡിയ കഴിഞ്ഞു, ഇനി എഫക്റ്റാണ്. എഫക്റ്റിൽ ബേസിക് എഫക്റ്റായി ബ്ലർ, 2 തരത്തിലുള്ള ബ്ലർ ഉണ്ട്. ഇത്
മനസ്സിലായിരിക്കും. ഇതിൻ്റെ സ്ട്രെങ്ത്ത് എഫക്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് പോവാം. സ്ട്രെങ്ത്ത് കൂട്ടിയേക്കാം, കുറക്കാം. അടുത്തത് അൽഫയാണ്, ഒപ്പാസിറ്റി. ബ്ലറിനും ഈ ഒരു ഓപ്ഷൻ ഈ കൈമാറ്റം നൽകുന്നുണ്ട്. അടുത്ത ട്രിമ്മാണ്. നമുക്കിപ്പോൾ ഇവിടം വരെ ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ട്രിം റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ബ്ലർ പോകില്ല. അതുപോലെ സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് ഉണ്ട്. കഴിഞ്ഞാൽ പകുതിക്ക് വെച്ചിട്ട് ഈ ബ്ലറിനെ സ്പ്ലിറ്റാക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ദൂരോട്ട് മറ്റേ കണ്ടില്ലേ, ഇപ്പോൾ മനസ്സിലാവും. പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇടയ്ക്ക് വന്ന് ബ്ലർ നിന്നിട്ട് പിന്നെയും ബ്ലർ വരുന്ന ഓപ്ഷനാണ്. ഞാൻ അതൊന്ന് മാറ്റി വെച്ചു. ഇനി ഈ ഒരു ബ്ലറിനും റൊട്ടേറ്റ് സാധനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനും ഇൻഫോർമേഷൻ വരുന്നുണ്ട്, അതൊന്നും നോക്കണ്ടില്ല. ഇതിനും ആനിമേഷൻ ഉണ്ട്, ബ്ലറിന് ആനിമേഷൻ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്ലറിന് ഞാനിപ്പോൾ ഡിലീറ്റ് ആക്കുകയാണ്. കാരണം നമുക്ക് വീഡിയോ ഒന്നും ലാസ്റ്റ് ഒന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അടുത്ത ഓവർലേ ആണ്. ഓവർലേയിൽ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സാധാരണ ഡൗൺലോഡ് ചെയ്യാറില്ല. എന്നാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അസറ്റ് സ്റ്റോറിൽ പോയിട്ട് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അസറ്റ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സിനിമാറ്റിക് ഫ്രെയിംസാണ് ഈ കാണുന്നത്. ഇതിലാണ് തരാം. ഈ ഒരു ഫോട്ടോ തൽക്കാലം ഡിലീറ്റ് ചെയ്താക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, സിനിമാറ്റിക് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. ഈ ഫ്രെയിമൊക്കെ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. സാധാരണ എഫക്റ്റ് ചെയ്താൽ തന്നെ ചെയ്യാം, കണ്ടില്ല. ഇനിയൊരു നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കണം. അതെന്ന് വെച്ചാൽ ലെയറിൽ ടെസ്റ്റ് എന്ന ഓപ്ഷനാണ്. ഈ ടെസ്റ്റ് ഓപ്ഷൻ, ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് എ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഫോണ്ടിൻ്റെ ആണ്. ഒരുപാടധികം ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ കൊടുത്തു. ലാറ്റിൻ അങ്ങനെ ഒരുപാട് ഫോണ്ടുകൾ ഇനിയും ഉണ്ട്. ഞാനിപ്പോൾ ഇത് മാത്രം കൊടുത്തു, കണ്ടില്ലേ. ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ആനിമേഷൻ, അതുപോലെ തന്നെ ആനിമേഷൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് 3 തരത്തിലുള്ള ആനിമേഷൻ ഉണ്ട് ഇതിനകത്തുണ്ട്. ട്രിമ്മിൻ്റെ ഓപ്ഷനാണിത്. കളറിൻ്റെ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് 3 തരത്തിലുള്ള കളറിങ് ഉണ്ട്. ഈ ഒരു കണ്ടില്ലേ, മേലത്തെ ഓപ്ഷൻ എടുത്താൽ ചതുര കട്ടിയായിട്ട് നിങ്ങൾക്ക് കളറിങ് കിട്ടുന്നതാണ്. അടുത്ത് കിട്ടിയാൽ RGB രൂപത്തിൽ കിട്ടും. റൗണ്ടായിട്ടുള്ള ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് കൊടുത്തു, റെഡ് കൊടുത്തു. ഇതിനും ഒപ്പാസിറ്റി വരുന്നുണ്ട്. റൊട്ടേറ്റ് സാധനമൊക്കെ ഇതിനും വരുന്നുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അടുത്തത് ഷേഡോ എന്ന ഓപ്ഷനാണ്. താഴോട്ട് കാണാം. ഷേഡോ ഓഫാക്കാം, ഓണാക്കാം. അതിൻ്റെ സ്ട്രെങ്ത്തും കളറൊക്കെ മാറ്റാവുന്നതാണ്. ഇപ്പോൾ റെഡ് കൊടുത്തു. അടുത്ത സ്ട്രെങ്ത്ത് മാറ്റാം. ഒപ്പാസിറ്റി ഇങ്ങനെ കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഓഫാക്കുകയാണ്. ഓഫാക്കില്ല, ബ്ലാക്ക് കൊടുത്തിട്ട് ഫുള്ള് സ്ട്രെങ്ത്ത് കൊടുത്തു. എന്നിട്ട് ഓണാക്കാം. അത് ഗ്ലോ ആണ്. ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ചുറ്റും ഇങ്ങനെ ഗ്ലോ ആവുന്നതാണ്. അടുത്തത് ഔട്ട്ലൈൻ ആണ്. ഔട്ട്ലൈൻ ഞാനിപ്പോൾ ഒരു ഗ്രീൻ കൊടുത്തു. ചെറിയ മാറ്റം വരുന്നുണ്ട് ഔട്ട്ലൈനിൽ. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഓണൊക്കെ വെച്ച് ഫിൽ വിത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ഫുള്ളായിട്ട് ഓണാവുന്നതാണ്. ഞാനിപ്പോൾ അത് 2 ഡിസൈൻ ചെയ്തു. ഇത് ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ്ങിൽ പ്രീമിയം മോഡിനാണ് ഓണായിട്ടുള്ളത്. ഞാൻ നോർമൽ കൊടുത്തു, ബാക്ക് അടിച്ചു. അപ്പോൾ ഇത്രയുള്ള ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി മേലെ ടെസ്റ്റ് ഒന്നും കൂടി മാറ്റണമെന്നുണ്ടെങ്കിൽ മേലെ കീബോർഡിൻ്റെ ഓപ്ഷൻ കാണാം. എനിക്ക് വീണ്ടും ടൈപ്പ് ചെയ്ത് കൂട്ടാവുന്നതാണ്. നമ്മൾ അതൊക്കെ കൊടുത്തു. ടെസ്റ്റും ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ലെയറിൽ ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കാണാം. ഹാൻഡ് റൈറ്റിൽ ഒരുപാടധികം ഓപ്ഷൻ ഈ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2ാമത്തെ ഓപ്ഷൻ ഏറോ കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ ഏറോ ആയി. അതിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കണ്ടില്ല, ഇങ്ങനെ ചെരിച്ച് വെക്കാം. ഇതിന് ഒരുപാട് ഓപ്ഷൻ സൈഡിലുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് പരിചയം. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി വരില്ല പൂർണ്ണമായിട്ട്. ശരിക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക, ചെയ്ത് മനസ്സിലാക്കുക. അതാണ് പറയാനുള്ളത്. അതൊന്ന് ഡിലീറ്റ് ചെയ്തു. ഈ കാണുന്ന ലെയർ മോഷൻ മൊത്തം പഠിച്ചാണ്. അടുത്തത് കാണുന്നത് വോയിസ് ആണ്. കൈമാസ്റ്ററിൽ ഇന്നായിട്ട് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനിപ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് ഞാനൊന്നും കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരുപാട് ഓഡിയോഗ്രാഫൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ട്രിം സ്പ്ലിറ്റൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത ഓപ്ഷൻ ഓഡിയോ എന്നതാണ്. നിങ്ങൾ എക്സ്ട്രാ ഉള്ള ഒരുപാട് ഓഡിയോകൾ, നിങ്ങളുടെ ഫോൾഡറിലുള്ള ഓഡിയോകളൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ കാണിക്കുന്ന കാരണം കോപ്പിയായിട്ട് കിട്ടുന്നതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. സൈഡിൽ പ്ലേ ബട്ടൺ കൊടുത്താൽ പ്ലേ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അടുത്ത ഓപ്ഷൻ മേലെ കാണുന്നത് ഇതാണ്. അതെൻ്റെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ട് ബാക്ക് അടിച്ച് പോവുകയാണ് ഉണ്ടായത്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ അഥവാ ഈ ഫോണിൻ്റെ ബാക്ക് ബട്ടൺ നോക്കി കൈമാസം അപ്പാടെ ബാക്ക് അടിച്ച് പോയാൽ കുഴപ്പമില്ല. ഡ്രാഫ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതാണ്.
അതൊന്ന് കൊടുത്തിട്ട് നടുക്കത്ത് ഈ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എഡിറ്റ് ചെയ്ത അത്രയും സാധനങ്ങൾ വീണ്ടും തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എക്സ്പോർട്ട് കൊടുത്തു, ഞാൻ എക്സ്പോർട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഇത് ചെറിയ വീഡിയോ ആണ്, ഫാസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ആകുന്നുണ്ട്. ഇത് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ പോയിട്ട് അത് പ്ലേ ആകുന്നതാണ്. കണ്ടില്ലേ, ഇത് ഇത്ര എളുപ്പത്തിൽ പ്ലേ ആകുന്നതാണ്. ഞാൻ ബാക്ക് കൊടുത്തു, ഒന്നുകൂടി ബാക്ക് അടിച്ചു. ഇപ്പോൾ കാണാം ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. മുമ്പ് എഡിറ്റ് ചെയ്ത ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട്. ഇത്ര എളുപ്പമാണ്, എളുപ്പമല്ല, കുറച്ച് കടുപ്പം തന്നെയാണ്. എന്നിരുന്നാലും ഇത് എഡിറ്റ് ചെയ്താൽ വളരെ നല്ല സാധനം തന്നെയാണ്. ഇതിൽ ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇനി വരാനുണ്ട്. ചെറിയൊരു വീഡിയോ ഒക്കെ ഞാനിത് കാണിക്കാൻ കാരണം നിങ്ങളിത് യൂട്യൂബ് വീഡിയോ ആകുമ്പോൾ ഒരുപാട് പാടാണ് ഇത് കാണിക്കാൻ. അതുകൊണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക. ചെറിയൊരു സിമ്പിളായിട്ട് കാണിച്ചു തന്നത്, ബേസിക്കായിട്ടുള്ള എഡിറ്റിംഗ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വേറെ വീഡിയോ, ഒരുപാട് വീഡിയോ കാണാം, അതൊക്കെ കാണും. കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു കണ്ടൻറ്റുമായി ഇനിയും വരുന്നത് വരെ ഗുഡ് ബൈ.